എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ 74-ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായി ഊഷ്മളമായി സസന്തോഷം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ക്ലാസ്സിൽ നമുക്ക് റിപ്പോർട്ടർ സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കാം, അല്ലേ? അത് ശരി, നമുക്ക് റിപ്പോർട്ടർ ക്ലാസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വാചകം നിങ്ങളോട് പറഞ്ഞു. എന്താണത്? ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിപ്പോർട്ടറെ കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ ഞാനാണ് പറയുന്നത് നിങ്ങളോട്, അല്ലേ? ഇത് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ പറയുന്നത് ഞാനും കേൾക്കുന്നത് നിങ്ങളാ. ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഭാഷ, അല്ലേ? നിങ്ങളോട് എന്ന് പറയുന്നതാ എൻ്റെ ഈ ക്ലാസ് കാണുന്ന പ്രേക്ഷിതാവ്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ നേരിട്ടുള്ള ഒരു സംഭാഷണമാണ്, അല്ലേ? ഞാൻ നിങ്ങളോട് എൻ്റെ വാചകം നേരിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേഴ്സൺ, നിങ്ങൾ സെക്കൻഡ് പേഴ്സണും എൻ്റെ വാചകം തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു. അതിന് നേരിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ തമ്മിലുള്ളത്, അല്ലേ? അപ്പോൾ നേരിട്ടുള്ള സംഭാഷണം ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് സ്പീച്ച് എന്നത് പറയും. അപ്പം ഞാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഭാഷയാണ്. നിങ്ങളോട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണ്, അല്ലേ? ഇനി ഇങ്ങനെ അല്ലാതെയും വരാം. എങ്ങനെ? മറ്റൊരാൾ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം. ഇപ്പം ഞാനിതൊരു പ്രസംഗം കേട്ടു, അത് മന്ത്രിയുടേതാണ്. ആ മന്ത്രി പറഞ്ഞ വാചകങ്ങൾ വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെ വലിയൊരു മഹാന്മാരുടെ വാചകങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളോട് എനിക്ക് വന്ന് പറയാം. അത് മറ്റുള്ളവരുടെ വാചകങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ വാചകങ്ങൾ നിങ്ങളോട് പറയും. ഞാൻ വന്ന് പറയുമ്പോൾ അതിന് ഞാൻ മറ്റുള്ളവരുടെ വാചകം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്, എൻ്റെ വാചകങ്ങളല്ല. അപ്പോൾ അങ്ങനെ പറയുന്ന വാചകങ്ങളെ പറയുന്ന പേരാണ് എന്ത്? റിപ്പോർട്ടർ സ്പീച്ച്. നേരിട്ടുള്ളല്ലാത്ത വാചകങ്ങളെയാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുക. നേരിട്ടുള്ള വാചകം അല്ല അത്, മറ്റുള്ള വാചകങ്ങൾ നമ്മൾ അങ്ങനെ നിങ്ങളോട് പറയുകയാണ്. ഇതിനെയാണ്. അപ്പോൾ അത്തരം വാചകങ്ങളെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നാം റിപ്പോർട്ടർ സ്പീച്ചിലെ വാചകങ്ങളും ഡയറക്റ്റ് സ്പീച്ചിലെ വാചകങ്ങളും ഒരുപോലെയാണോ പറയുക? അല്ല. എന്താണ് വ്യത്യാസം? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ള വാചകം ഞാൻ വന്ന് പറയുമ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് ആ വാചകങ്ങൾ റിപ്പോർട്ട് സ്പീച്ചിലെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് ദിവസം മുമ്പ് നമ്മളെ തൃശ്ശൂർ ടൗണിലെ വടക്കുനാഥൻ ക്ഷേത്രത്തിന് മുമ്പിലുള്ള പൂരപ്പറമ്പിൽ വെച്ച് എൻ്റെ ഒരു പഴയകാല സതീർത്ഥ്യനൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ പെട്ടെന്ന് തിരക്കിയത് ഇച്ചൊരു സ്വകാര്യം പറയാണ്ട് എൻ്റെ ഒരു ബാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 1-2 വാചകങ്ങൾ അവർ സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ വാചകങ്ങൾ ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാനത് പറയുക? അവൻ പറഞ്ഞ അതേ വാചകങ്ങൾ പറഞ്ഞാൽ മതിയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവൻ പറഞ്ഞ അതേ വാചകങ്ങൾ നിങ്ങളോട് പറയാം. ഞാൻ നിനക്ക് 1 കോടി രൂപ തരും. പറഞ്ഞതിലൊരു വാചകമാണത്. ഞാൻ നിനക്ക് 1 കോടി രൂപ തരും. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ
നിങ്ങൾ എന്താണ് വിചാരിക്കുക? അവൻ്റെ വാചകമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ? തരുന്നതായിരിക്കും ഞാനാന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കാണ് കിട്ടുക അല്ലേ? നിങ്ങളും വിചാരിക്കും. അങ്ങനെ വിചാരിക്കില്ല, എന്നെ കണ്ടറിയാൻ അത് കിട്ടില്ല. അത് എന്തെല്ലാം ഈ വാചകം ഞാൻ പറഞ്ഞ അങ്ങനെ തെറ്റിദ്ധരിക്കൂ അല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ വാചകങ്ങൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഒരു നോക്കാം. ആദ്യം നമുക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വാചകങ്ങളൊന്ന് ബോർഡിൽ എഴുതിയിടാം. അതിന് ശേഷം നമുക്ക് അത് റിപ്പോർട്ട് സ്പീച്ചിൽ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ വാചകമാണ് ഇപ്പോൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. My friend said, I will give you 1 crore rupees. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയുമ്പോൾ ഇതെന്നെ എടുത്തിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ പറയാൻ പാടില്ല. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും കേൾവിക്കാരിൽ അല്ലേ? അപ്പോൾ ഞാനല്ല തരുന്നത്. ആരാ തരുന്നത്? മൈ ഫ്രണ്ട്. ഇവിടെ ഇത് പറഞ്ഞാരെ മൈ ഫ്രണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മൈ ഫ്രണ്ടാണ് പറയുന്നത്. നിനക്ക് തരും എന്ന് പറഞ്ഞതാരാ? അല്ല, നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞതാരാ? അവൻ ഉദ്ദേശിച്ച് എന്നോടാണ് പറഞ്ഞത്. അപ്പൊ നിനക്ക് എന്ന് പറയുമ്പോൾ ആരാ? എനിക്കാണ്. എന്താ വെച്ചാൽ ഭാഷക്കാണ് ഇതർത്ഥം. 1 crore rupees. അപ്പോൾ ഇതിലെ സബ്ജക്റ്റിനും അതുപോലെ ഓബ്ജക്റ്റിനും ഒക്കെ മാറ്റം വരും അല്ലേ? മാറ്റം വരും എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ പറയണം? ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആരാണ് കൊടുക്കുക, ആർക്കാണ് കിട്ടുക എന്ന് വ്യക്തമാകണം. അങ്ങനെ ഇതിൽ മാറ്റം വരുത്തണം എന്ന കാര്യം മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഐ വിൽ ഗിവ് യു 1 crore rupees. നിങ്ങൾ എന്ത് വിചാരിക്കും? ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് വിചാരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലെങ്കിൽ ഈ പറഞ്ഞ വാചകം മറ്റുള്ള വാചകം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ആ പറഞ്ഞ വാചകത്തിൽ, അത് കറുത്ത നിറത്തിൽ എഴുതിയിട്ടുള്ള വാചകത്തെ പറഞ്ഞ വാചകം എന്ന് പറയും. അതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകം അത് റിപ്പോർട്ടഡ് സെന്റൻസ് എന്ന് പറയും. അപ്പോൾ റിപ്പോർട്ടഡ് സെന്റൻസ് അഥവാ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിലെ സബ്ജക്റ്റ് ഓബ്ജക്റ്റിനൊക്കെ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം മനസ്സിലായിട്ടത്. അതുപോലെ ടെൻസിനും അതുപോലെ ഉചിതമായ മാറ്റം വരുത്തണം. അപ്പം നമ്മൾ അതെങ്ങനെയാണ് മാറ്റം വരുത്തുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ വാചകം റിപ്പോർട്ടഡ് സെന്റൻസ് ആണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകമാണ്. ഇനി എൻ്റെ സുഹൃത്തിൻ്റെ വാചകമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാചകം മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമില്ല. ഇത് ആരാ പറഞ്ഞ്, ആരോടോ പറഞ്ഞ് എന്നുകൂടി എങ്ങനെ ചെയ്യണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ. എപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. കേൾക്കുന്ന ആൾക്കും വിചാരിക്കും ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എൻ്റെ വാചകമല്ല എന്നും മനസ്സിലാവും. പിന്നെ കൂടാതെ ഇത് മറ്റൊരാളുടെ വാചകമാണ് എന്ന കാര്യം മനസ്സിലാവും. അത് ആ മറ്റൊരാൾ ആരോട് പറഞ്ഞ വാചകമാണ് എന്തും മനസ്സിലാവും. അപ്പോൾ മറ്റൊരാളുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്ത് മനസ്സിലാകണം? വാചക കാര്യം എന്താണെന്ന്. അതായത് കറുത്ത നിറത്തിലുള്ളതാണ് എന്ത്? ആ പറഞ്ഞ വാചകം. അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകം. പിന്നെ അതിനോടുകൂടി എന്തുകൂടി പറയും? ആരോടാണ് പറഞ്ഞത് എന്ന കാര്യവും റിപ്പോർട്ട് അതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ആൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വാചകമല്ലാതും മറ്റാരുടെ വാചകമാണെന്നും ആരോട് പറഞ്ഞ വാചകമാണെന്നും മനസ്സിലാവും. പിന്നെ പറയുന്ന രീതി മനസ്സിലാകും. എങ്ങനെ ഏത് രീതിയിലാണ് ആ വാചകത്തിൻ്റെ പറഞ്ഞ രീതി, പറഞ്ഞ സ്വഭാവവും അത് മനസ്സിലാവുന്ന തരത്തിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാചകം കൂട്ടിച്ചേർത്ത് പറയണം. അത് നമ്മൾ ഈ വാചകം ഞാൻ
ഇതിലേക്ക് എഴുതുമ്പോൾ നിൽക്കത് റിപ്പോർട്ട് സ്പീച്ചായിട്ട് ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ ബോർഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ വാചകവും അതുപോലെ അതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ചിലുള്ള വാചകവും രണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ എഴുതി. ആദ്യം നമുക്ക് മലയാളത്തിൽ എങ്ങനെയാണ് ഒരു നേരിട്ടുള്ള സംഭാഷണ വാചകം അത് റിപ്പോർട്ടർ സ്പീച്ചിലെ വാചകമായിട്ട് എഴുതുന്നത് നോക്കാം. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം നമുക്ക്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് 1 കോടി രൂപ തരാം. 1 കോടി രൂപ ഞാൻ 1 കോടി രൂപ തരാം എന്ന് കറുത്തക്ഷരങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ് എന്ത്? എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ. അതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അതായത് റിപ്പോർട്ടഡ് സെൻറ്റൻസ് എന്ന് പറഞ്ഞത് ഇതാണ്: ഞാൻ നിനക്ക് 1 കോടി രൂപ തരാം എന്ന കറുത്തക്ഷരത്തിലെ വാചകം. ആ വാചകത്തെയാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകം, റിപ്പോർട്ടഡ് സെൻറ്റൻസ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് മലയാളത്തിൽ അത് പറഞ്ഞ് എൻ്റെ സുഹൃത്താണ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. അവൻ എനിക്ക് 1 കോടി രൂപ തരാം എന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്നാണ് മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന വാചകം. അതായത് ഈ വാചകം നമ്മളിവിടെ എഴുതുന്നു ചെറിയ മാറ്റത്തോടെ. എൻ്റെ സുഹൃത്ത് അവൻ എനിക്ക് 1 കോടി രൂപ തരാം. അവൻ എനിക്ക് 1 കോടി രൂപ വരാം. ഈ ഞാൻ എന്നുള്ളത് മാറ്റി അവൻ എന്നാക്കിയില്ലേ? എന്തുകൊണ്ടാ? ഞാൻ തരാം എന്ന് എൻ്റെ സുഹൃത്ത് പറയുമ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്നല്ല പറയണ്ട. ഞാൻ ഇതിൽ സുഹൃത്ത് പറഞ്ഞ ഞാൻ ആരാ? ആ സുഹൃത്ത്, അവൻ. അപ്പം അവൻ എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. ഈ ഞാൻ മാറി അവിടെ അവൻ ഉണ്ടാവും. നിനക്ക് എന്ന് പറഞ്ഞ, ഈ നിനക്ക് എന്ന് പറഞ്ഞ ആരാ? അവൻ പറയുമ്പോൾ ആരോട്? എന്നോട് പറയുമ്പോൾ നിനക്ക് എന്ന് പറഞ്ഞ ഞാനാണ്. അപ്പൊ ആർക്കാ തരിക? എനിക്കാ തരിക. അപ്പൊ എനിക്ക് എന്നാക്കണം. 1 കോടി രൂപ തരാം. അല്ലാത്ത വേറെ മാറ്റില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകം, അത് കറുത്തക്ഷരത്തിലുള്ള വാചകം മലയാളത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരും അല്ലേ? അതായത് ഈ സബ്ജക്റ്റ് അതുപോലെ ഓബ്ജക്റ്റ് ഒക്കെ മാറും. അത് എങ്ങനെയാണ്? ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഞാൻ എന്ന് പറഞ്ഞത് അവനാണ്, നിനക്ക് എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് മാറ്റം വരും. അപ്പം അർത്ഥം നോക്കിയിട്ടാണത് ശരിയാക്കുക. രൂപ തരാം. ആ വാചകം അങ്ങനെ ഈ വാചകം വേണ്ട വിധത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അതായത് കേൾക്കുന്ന ആൾക്ക് ഈ ആരാണ് എന്ന് മനസ്സിലാവണം, ആർക്ക് കാശ് കൊടുക്കണമെന്ന് മനസ്സിലാവണം. അത് അനുസരിച്ച് മാറ്റി എഴുതി. പിന്നെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിൽ അനുയോജ്യ മാറ്റം വരുത്തണം. പിന്നെ എന്ത് വെക്കണം? എന്ന് വെക്കണം. അതൊരു കൺജക്ഷൻ എന്നറിയാം. എന്നിട്ട് ആരോട് എങ്ങനെ പറഞ്ഞു എന്നുള്ള വാചകം, ആ ചുവന്ന അക്ഷരത്തിൽ നിന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അത് ചേർക്കണം. അപ്പം മലയാളത്തിൽ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? അതായത് ഈ വാചകത്തിൻ്റെ കൂടെ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിൻ്റെ കൂടെ എന്ന് ചേർത്ത് ഒരു വാചകം, അതായത് ഞാൻ പറഞ്ഞത് ആരോട് പറഞ്ഞെന്നും കൂടി വ്യക്തമാണോ? കാരണം നേരിട്ടുള്ള വാചകമല്ലല്ലോ, മറ്റൊരാൾ പറഞ്ഞ വാചകമല്ലേ. അപ്പം എന്ത് ചെയ്യണം? ആരോട് പറഞ്ഞതുകൊണ്ട് ആഡ് ചെയ്താണ് കൃത്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുക. പറയുന്ന ആളല്ല, മറ്റേതോ ഒരാൾ വേറെ ഏതോ ഒരാളോട് പറഞ്ഞതാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ഒരു
ഈ വാചകവും അതിൻ്റെ കൂടെ ഈ ചുവന്ന അക്ഷരത്തിലെ വാചകവും ചേർക്കും. അങ്ങനെ എന്ന് ഇതിൻ്റെ ആദ്യ വാചകം എന്ന് എന്നതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുക. ഈ വാചകത്തെ ചുവന്ന അക്ഷരത്തിലെ വാചകത്തിന് നമ്മളിപ്പോൾ ഒരു അഡീഷണലായിട്ട് ചേർക്കുന്നതാണ്. അതിൻ്റെ റിപ്പോർട്ടിംഗ് സെൻറ്റൻസസ് പറയാൻ നമുക്ക് എളുപ്പത്തിൽ അനുബന്ധ വാചകം ചേർക്കാം എന്ന് വിളിക്കാം. അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ഈ ഒരു അനുബന്ധ വാചകം വരുന്നുണ്ട്. അത് ആരോട് ഏത് രീതിയിൽ പറഞ്ഞു എന്നുള്ള ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതെന്താ മനസ്സിലാക്കുന്നത്? ഇതിൽ ഈ വാചകം ചില മാറ്റങ്ങളും ഉണ്ടാവും. അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു എന്ന് എന്ന കൺജങ്ഷൻ ചേർക്കും. അതിന് ശേഷം മറ്റൊരു വാചകം കൂട്ടിച്ചേർക്കും. ആരോട് പറഞ്ഞിട്ടുള്ളത്. അതായത് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്നുള്ളത്. മലയാളത്തിൽ വരുമ്പോൾ എൻ്റെ സുഹൃത്ത് ഈ അവൻ എന്നുള്ളത് ആദ്യം വയ്ക്കില്ലല്ലോ. രണ്ടാമത് പ്രോണോൺ പ്രയോഗിക്കുക. ആദ്യം ഒരു നൗൺ പറഞ്ഞിട്ട് അതിൻ്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ. അപ്പോൾ ഇത് വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇത് ഈ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വെച്ച് പറയണത് നല്ലത്. അപ്പം ഇങ്ങനെ വാചകം എൻ്റെ സുഹൃത്ത് ഇവിടെ വെച്ച് പറയുകയായിരിക്കും നല്ലത്. ഇതിൻ്റെ പകരം എൻ്റെ സുഹൃത്ത് എന്ന് വെച്ച് പറയുകയും നല്ലത്. ഇതിന് പകരം എൻ്റെ സുഹൃത്ത് ഇവിടെ അവനും ആറ്റം. എൻ്റെ സുഹൃത്ത് എന്നുള്ളത് ഇവിടെ ഈ ഭാഗം കളഞ്ഞിട്ട് ഇത് അവനതാക്കാം. അപ്പോൾ വീട് എന്താവും? അപ്പോൾ അതായത് ആദ്യം ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് 1 കോടി രൂപ തരാം എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്താണ് മലയാളത്തിൽ വരുമ്പോൾ അത്രയും ഭംഗിയിൽ പറയുകയാണെങ്കിൽ. ഇനി ഇംഗ്ലീഷിലാക്കുമ്പോൾ അതിൻ്റെ 3 ഭാഗം അതിനുണ്ടോ? എൻ്റെ സുഹൃത്ത് പറഞ്ഞത് മൈ ഫ്രണ്ട് ടോൾഡ് മീ. മൈ ഫ്രണ്ട് ടോൾഡ് മീ. അപ്പം എൻ്റെ ഇത് സെഡിൻ്റെയും ടോൾഡിൻ്റെയും ഒരു അർത്ഥമാണ് കേട്ടോ. ഞാൻ ഒരു ടോൾഡ് എന്ന് വെച്ചെന്ന് മാത്രം പറഞ്ഞു മാത്രം. മൈ ഫ്രണ്ട് ടോൾഡ് മീ. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഭാഗം ഇവിടെ വന്നു. കണ്ട ആരോട് പറഞ്ഞു എന്ന ഭാഗം. പിന്നെ നിന്ന് തുല്യമായിട്ട് ഇവിടെ ഇംഗ്ലീഷ് അത് വെക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ദാറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വെക്കുക? റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകം ആവശ്യമായ മാറ്റങ്ങളോട് കൂടിയിട്ട്. ഇതിൽ എന്തൊരു വിട്ട് ബി വുഡ് ഗീവ് ബി എന്ന് വേണം. എനിക്കല്ലേ. അപ്പോൾ മൈ ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ഹീ വുഡ് ഗീവ് മീ 1 crore rupees. അപ്പോൾ അതിൽ നോക്കുക. അതിനുള്ളത് ഹീ ആയി. ഹീ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത്. ഇവിടെ മീ എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഈ അവൻ പറഞ്ഞ അതർത്ഥമല്ലേ? ഐ വിൽ ഗിവ് യു 1 crore എന്ന് പറഞ്ഞാൽ അതർത്ഥമല്ലേ? അവൻ സുഹൃത്ത്. മീനുകൾ എനിക്ക്. അപ്പോൾ അവൻ എനിക്ക് 1 കോടി തരും എന്ന വാചകം. അതാണ് അവൻ പറഞ്ഞ വാചകം. അത് ചെറിയ മാറ്റം പറ്റി ഇങ്ങനെയാക്കി അല്ലേ? അവൻ എനിക്ക് 1 കോടി തരും എന്ന്. അപ്പോൾ ആ വാചകം പറയും. പിന്നെ എന്ന് ചേർത്തിട്ട് മറ്റ് ഇത് ആരോട് പറഞ്ഞു എന്നുള്ള ഒരു വാചകം ചേർക്കും. മൈ ഫ്രണ്ട് ടോൾഡ് മീ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വില്ലാണെങ്കിൽ വുഡായി അല്ലേ? എന്താ മാറ്റം വന്നത്? വിൽ ക്രിയയ്ക്ക് വിൽ ഗീവ് വുഡ് ഗീവ് ഇതായി. ആ ഒരു മാറ്റം. അപ്പോൾ ക്രിയയ്ക്കും ഒരു മാറ്റം വരും. അത് അനുയോജ്യമായ മാറ്റം വരും. കാരണം അതവൻ പറഞ്ഞ ഒരു കാര്യമാണ്. പറയുമ്പോൾ അത് ഫ്യൂച്ചറായിരുന്നു. പിന്നീട് നമ്മൾ ഇപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കാര്യം ആയി. ഇപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കഴിഞ്ഞ കാര്യം അതിന് മനസ്സിലായേ? ഇത് വെച്ച് കണ്ടോ ടോൾഡ് എന്നാണ് പറഞ്ഞത്. കണ്ടോ ടോൾഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അർത്ഥം? കഴിഞ്ഞതല്ലേ? എന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പോൾ
കഴിഞ്ഞ കാര്യമാകുമ്പോൾ ഇപ്പോൾ വിൽ ഗീവ് എന്ന് വെച്ചാൽ ഞാൻ ഇനി വരാൻ പോണ കാര്യമല്ല, അവിടെ വെച്ച് അന്ന് പറഞ്ഞാണ്. അപ്പോൾ കഴിഞ്ഞ കാര്യം, അതായത് പാസ്റ്റായി വില്ല്, ഇപ്പോൾ നമ്മുടെ വിൽ ഗീവ് എന്ന് പറഞ്ഞ കാര്യം ഇന്നത്തെ നമ്മൾ റിപ്പോർട്ട് സംബന്ധിച്ച് അതെന്തായി, അതൊരു കഴിഞ്ഞ ഒരു കഴിഞ്ഞ സമയത്ത് നടന്ന ഒരു വാചകമാണ് അത്. അപ്പോൾ അതിലെ വെർബ് വില്ല് വുഡാവും നമുക്കറിയാം. അപ്പോൾ അതും മാറ്റം വരുത്തി. അതെങ്ങനെയാണ് മനസ്സിലായത്? ഈ ക്രിയയ്ക്ക് അനുസരിച്ച് ഈ ചുവന്ന അക്ഷരത്തിൽ അനുബന്ധമായി ചേർക്കുന്ന ആ വാചകത്തിന് ക്രിയയ്ക്ക് ഒരു പേരുണ്ട്, റിപ്പോർട്ടിംഗ് വെർബ്. എന്താ പറയുക? റിപ്പോർട്ടിംഗ് വെർബ്. ഇതിന് പേര് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിലെ ക്രിയ, അതായത് വിൽ ഗീവ് എന്നുള്ളത് റിപ്പോർട്ട് സെൻസിൽ വരുമ്പോൾ ആ ക്രിയ വുഡ് ഗീവ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് അതിന് കാരണം? അതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ മൈ ഫ്രണ്ട് ടോൾഡ് മീ എന്നുള്ള അനുബന്ധ വാചകമാണ്, അല്ലേ? ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. ആ പറഞ്ഞു എന്നുള്ളത് എന്താണ്? പറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അല്ലേ? ഇപ്പോഴുള്ളതല്ല. പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു എന്ത്? ഈ വാചകം പറഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പറഞ്ഞ വാചകമാണ്, അല്ലേ? പറഞ്ഞ വാചകം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ, അത് ഭൂതകാലത്തിലുള്ള ഒരു വാചകമാണെന്ന് നിശ്ചയമായല്ലോ. അപ്പോൾ അത്തരം വാചകം ഇംഗ്ലീഷിൽ പറയുമ്പോൾ, അതായത് പാസ്റ്റിലെ ഒരു വാചകം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിലെ ടെൻസുകളെല്ലാം അതിൻ്റെ പാസ്റ്റിൻ്റെ രൂപത്തിലുള്ളതായിരിക്കണം, പാസ്റ്റ് ടെൻസിൻ്റെ രൂപത്തിൽ അല്ലെ ഫോമിലുള്ളതായിരിക്കണം. വിൽ ഗീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരും, അതർത്ഥം തന്നെയാണ് വുഡ് ഗീവിനും. പക്ഷെ കഴിഞ്ഞു പോയതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വുഡ് ഗീവ് എനിക്ക് തരും. അപ്പോൾ അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ അവൻ എനിക്കൊരു കോഴി തരുമെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ വെർബിന് പറയുന്ന പേര് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ്. ഏത്? ടോൾഡ് എന്നുള്ളത്. അതായത് അനുബന്ധ വാചകത്തിലെ ടെൻസിനെ പറയുന്ന പേര് റിപ്പോർട്ടിംഗ് വെർബ്. അതാണ് ആ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, ടോൾഡ് എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വരുത്തിയത്. അപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിലെ ക്രിയ പാസ്റ്റ് ഫോമിൽ ആക്കി മാറ്റണം. വിൽ വുഡാവും, അല്ല ക്യാൻ കുഡാവും, മേ മൈറ്റാവും, അല്ലെങ്കിൽ ഹാവ് ഹാഡാവും. അങ്ങനെ മാറ്റങ്ങൾ വരും എന്നർത്ഥം. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസും വാണ്ട്സ് എന്നാ പറയുന്നത് വെച്ചാൽ വാണ്ടഡ് എന്താവും. അപ്പം അങ്ങനെ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസോ ഏത് നോക്കിയിട്ടാണ്? ഈ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് ആരോട് പറഞ്ഞു എന്നൊക്കെ നമ്മൾ എഴുതുന്ന അനുബന്ധ വാചകത്തിലെ വെർബ് നോക്കുക. ആ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകം, അതായത് ആ കറുത്ത നിറത്തിലെഴുതിയുള്ള വാചകത്തിലെ ടെൻസ് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അതായത് പാസ്റ്റ് ടെൻസ് ഫോമിൽ ആക്കി മാറ്റണം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതിനെ ആസ്പദമാക്കിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു ചോദ്യം, ഇത് പ്രസന്റ് ടെൻസ് ആണെങ്കിലോ? അപ്പോൾ ഇതിലെ ടെൻസുകൾക്ക് മാറ്റം വരുത്തേണ്ട. ഒന്നുകൂടിയും പറയാം, റിപ്പോർട്ടും വേറെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇതിൽ മാറ്റം വരുത്തേണ്ട. ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇത് എല്ലാം പാസ്റ്റ് ഫോമിലായിരിക്കണം. അതായത് പ്രസന്റ് പാസ്റ്റ് ആവും. ഇനി പാസ്റ്റ് ആയിരുന്നു വിചാരിക്കുക, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇത് എന്താണ് മനസ്സിലാക്കേണ്ടത്? റിപ്പോർട്ടഡ് ചെയ്യപ്പെടുന്ന വാചകം നമുക്ക് പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയും കേൾക്കുന്ന ആൾക്ക് അത് വ്യക്തമായ ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ അത് മാറ്റം വരുത്തുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നേരത്തെ കണ്ടു, ഐ എന്നുള്ളത് ആരാണ്? എൻ്റെ സുഹൃത്താണ്ടുകൊണ്ട് നമ്മളത് അവണ്ടാക്കി. യു എന്നുള്ളത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനായതുകൊണ്ട് എനിക്ക് എന്താക്കി ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. പിന്നെ ടെൻസ് വുഡ് വിൽ
യൂന്നിൽ വുഡ് ഗീവ് ആക്കി മാറ്റി അങ്ങനെ മാറ്റം വരുത്തുക. അതാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് എന്താ ചെയ്യുക, അതിൻ്റെ മുമ്പിൽ ഒരു ഡാറ്റ് വെക്കണം. എങ്ങനെയാണെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന വാക്യാണെങ്കിൽ ഡാറ്റ് വെക്കുക. പിന്നെ മൈ ഫ്രണ്ട് സെഡ് എന്നില്ല, അതായത് മൈ ഫ്രണ്ട് ടോൾഡ് മീ, എന്നോട് പറഞ്ഞു. സെഡിൻ്റെ ടോൾഡിൻ്റെ ഒക്കെ ഒരർത്ഥമാണ് ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് ഗിവ് മീ എ 1 crore rupees. മനസ്സിലായ? ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വെർബിന് മാറ്റം ഉണ്ടാകുന്നില്ല, ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവും. പിന്നെ യുക്തിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാര്യമാണ് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. ഇനി നിങ്ങളാണ് ഈ വാചകം റിപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുക. അതായത് ആരോടെങ്കിലും പറയാണ്, നിങ്ങൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ വാചകം നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? അപ്പോൾ മൈ ഫ്രണ്ട് ടോൾഡ് മീ, മൈ ഫ്രണ്ട് ടോൾഡ് മീ എന്നാണ് പറയുക, അല്ല എൻ്റെ സുഹൃത്തല്ല. നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തെന്ന് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. ആരുടെ ഫ്രണ്ട്? അധ്യാപകൻ്റെ ഫ്രണ്ട് അല്ലേ? ആരാണിത് പറഞ്ഞത്? ഈ വാചകം അധ്യാപകൻ്റെ ഫ്രണ്ട്. ആരോടെ പറഞ്ഞത്? അധ്യാപകരോടെ പറഞ്ഞത്. അത് മനസ്സിലാവണം അവിടെ. അപ്പോൾ ഇതിൽ മൈ ഫ്രണ്ട് ടോൾഡ് മീ എന്ന് പറയാൻ പാടില്ല. കാരണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അല്ല, മൈ ഫ്രണ്ട് അല്ല. മൈ ഫ്രണ്ട് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വരും. അതേ സമയത്ത് അധ്യാപകന്റെ ഫ്രണ്ടാന്ന് തിരിച്ചറിയുന്ന പറഞ്ഞപ്പോൾ അതെങ്ങനെ പറയുക? ദ ടീച്ചേഴ്സ് ഫ്രണ്ട് ടോൾഡ് എന്ന് പറയാം. ആരോട് പറഞ്ഞു? ടു ടീച്ചേഴ്സ് ഫ്രണ്ട് ടോൾഡ് ടു ദ ടീച്ചർ, ടീച്ചറോട് പറഞ്ഞു നോക്കണത്. അങ്ങനെയാണ് റിപ്പോർട്ട്. അത് ആരോടെ പറഞ്ഞു? ടീച്ചറുടെ കൂട്ടുകാരൻ ടീച്ചറോടല്ലേ പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ടോൾഡ് ടീച്ചർ ദാറ്റ്, അത് ശരിയാണ്. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യുമ്പോൾ ഹി എന്ന് പറയുന്നതായിരിക്കും, അത് കുഴപ്പമില്ല, അവനാണ് പറഞ്ഞത്, അത് ശരിയാണ്. വിൽ ഗിവ് മീ എന്ന് പറഞ്ഞ് നിങ്ങൾ മീ എന്ന് പറയുമ്പോൾ എന്താ പറയുക? നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ പാടില്ല. ആർക്ക് തരുമ്പോൾ? അധ്യാപകനാണ്. അവര് ഹി വിൽ ഗിവ്, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള നൗൺ തന്നെ വെക്കുക. ടു ദ ടീച്ചർ 1 crore rupees അങ്ങനെ പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ടെൻസ് എങ്ങനെ മനസ്സിലാകുന്നതിന് ചില ടിപ്സ് തരാം. അതുപോലെ തന്നെ അഡ്വർബ് മുതലായ വാചകങ്ങൾക്കൊക്കെ എന്തെന്ത് മാറ്റം വരുന്നുള്ളത് ഞാനൊരു ടിപ്സായിട്ട് തരാം. അത് ബോർഡിൽ എഴുതിയിടാം. അത് നിങ്ങൾ പകർത്തിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. പിന്നെ ഇത് പകർത്തി എങ്ങനെയൊക്കെ ടിപ്സ് തന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നിങ്ങളുടെ യുക്തി കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങൾ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുക. ബോർഡിൽ എഴുതിയിട്ടത് ഇപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് എനിക്ക് മനസ്സിലായി, അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും. മോഡൽ ആക്ഷൻസിൻ്റെ വെർബുകൾ പാസ്റ്റ് ഫോമിലേക്കാവും. ഉദാഹരണം മേ, മൈറ്റം, ക്യാൻ, കുഡം, വില്ല്, വുഡം, ഷുഡ്, ഓട്ട് ടു, ഹാവ് ടു, ഹാസ് ടു ഒക്കെ ഹാസ് ആവും. പാസ്റ്റ് ടെൻസ് ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. ഇതാണ് മാറ്റം. പ്രസൻസ് ഒക്കെ പാസ്റ്റ് ആവും. മോഡൽ ആക്സിലറീസ് ഒക്കെ എന്താവും? അതിൻ്റെ പാസ്റ്റ് ഫോം ആവും. അതായത് മേ, മൈറ്റ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്, ഷുഡ് ഒക്കെ ഹാഡ് ടു, ഹോട്ട് ടു, ഹാഡ് ടു, ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു എന്നുള്ളത് ഹാഡ് ടു ആവും. പാസ്റ്റ് ടെൻസിലായിരുന്നെങ്കിൽ അതെന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റും. ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകങ്ങളിലെ വെർബിനുണ്ടാവുന്ന മാറ്റം. കൂടാതെ മറ്റു മാറ്റങ്ങൾ ചിലപ്പോൾ ടുഡേ എന്നുണ്ടെങ്കിൽ ദാറ്റിൻ്റെ ഏതാവും, ടുമാറോ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നാവും, യെസ്റ്റർഡേ എന്ന് വെച്ചാൽ പ്രീവിയസ് ഡേ എന്നാവും, ഹിയർ എന്നുള്ളത് ദേറാവും, നൗ എന്നുള്ളത് ദെന്നാവും. അതായത് ഇന്ന് എന്നുള്ളത് ആ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക? ഇന്നെന്ന് പറയാം. ഞാൻ റിപ്പോർട്ടിന് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ, അപ്പം ഇന്നെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം തന്നെയാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ ഇന്നെന്ന് അയാൾ അന്ന് പറഞ്ഞത് അന്നാണ് പറയേണ്ടത്, ആണ് അങ്ങനെ പറയണത്. അതുപോലെ ഇന്ന് ഞാൻ പോവാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസമാണ്,
അത് പറഞ്ഞ ദിവസമാണെന്ന് അറിയാനും ദാറ്റ് എന്ന് വയ്ക്കുക. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ദിവസത്തിന് തലേ ദിവസം. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞിട്ട് തലേ ദിവസം ആകുമ്പോൾ അത് യെസ്റ്റർഡേ അല്ല, അതിന് മുമ്പത്താണ് പ്രീവിയസ് ഡേ. അതുപോലെ ഹിയർ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ അവിടെ നിന്നായിരിക്കും പറയുന്നത് അയാൾ നിന്ന സ്ഥലത്ത്. അതുപോലെ നൗ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും, ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ നിന്നായിട്ട് വരും. ഇത്തരം മാറ്റങ്ങളാണ് സാധാരണ എല്ലാ ഏതിനും ഉണ്ടാകുക. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിലെ ടെൻഷന് അതുപോലെ അതിലത്തെ അഡ്വർബിനുണ്ടാകുന്ന മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ മറ്റു മാറ്റങ്ങളിൽ ഇതൊക്കെ അഡ്വർബുകൾക്ക് ഉണ്ടാവുന്ന മാറ്റമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അഡ്വർബിന് മാറ്റം, ടെൻസിന് മാറ്റം ഉണ്ടാവും, സബ്ജക്റ്റ് ഓപ്ഷനൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആളുടെ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. അത് കേൾവിക്കാരൻ തെറ്റിദ്ധരിക്കാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ യുക്തിപൂർവ്വം ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുടെയും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അഥവാ ഉത്തരവാചകങ്ങളിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം എടുത്ത ആ ടിപ്സ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വാചകങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൂടി ഉദാഹരണമായിട്ട് ഈ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു വാചകം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ കൂട്ടുകാരനും ഞാനും തമ്മിൽ സംഭാഷണം തുടർന്നപ്പോൾ അവൻ പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈ ഫ്രണ്ട് സെഡ്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഐ ആം ഹംഗ്രി ആൻഡ് വാണ്ട് സം ഫുഡ്, കുറച്ച് ഭക്ഷണം ആവശ്യമാകുന്നു എന്ന് പറഞ്ഞു. അത് ആവശ്യമുണ്ട് എന്നൊക്കെ അർത്ഥമെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക? നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ അതിൻ്റെ ഉത്തരം ബോർഡിൽ എഴുതിയിടാം. അപ്പം എന്നിട്ട് നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കി അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ബോർഡിൽ നോക്കിയാൽ രണ്ടാമത് എഴുതിയിട്ടുള്ള വാചകം കാണാം. അതാണ് മുകളിലത്തെ വാചകത്തിൻ്റെ റിപ്പോർട്ട് സ്പീച്ചിലുള്ള രൂപം. എന്തൊക്കെ മാറ്റം വന്നു കമ്പയർ ചെയ്ത് നോക്കാം. മൈ ഫ്രണ്ട് സെഡ് എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്താ, ടീച്ചേഴ്സ് ഫ്രണ്ടാണത്, ടോൾഡ് അല്ലേ? അപ്പോൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ടോൾഡ് ഇതാക്കണം. അല്ല എങ്കിൽ എന്ത് വരും? മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരെ ഫ്രണ്ട്? നിങ്ങളുടെ ഫ്രണ്ടാണോ? അല്ല, ആരെ ഫ്രണ്ട്? എൻ്റെ അതായത് ടീച്ചറുടെ ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ടീച്ചറുടെ ഫ്രണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു. ടീച്ചേഴ്സ് ഫ്രണ്ട് ടോൾഡ്, അതപ്പോൾ എന്തായി? റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. വേണമെങ്കിൽ ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ചേർക്കാം. ആരോട് പറഞ്ഞേ? അധ്യാപകരോട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ടീച്ചറിന് വേണം വയ്ക്കാം, അത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏത് ഭാഗം കഴിഞ്ഞു? അനുബന്ധ വാചകം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് പഠിച്ചില്ല? ദാറ്റ്. അപ്പോൾ ആ ദാറ്റ് വെച്ചു. പിന്നെ ഐ വാസ് ഹംഗ്രി എന്നുള്ളത് ഇതിന് പിന്നെ തുടർന്ന് വരുന്ന വാചകം. ആ വ്യക്തിയുടെ വാചകം നമുക്ക് എന്താ ആവശ്യമായ മാറ്റങ്ങളോടുകൂടി നമ്മൾ എഴുതണം. ആവശ്യമായ മാറ്റങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ കാഴ്ചപ്പാടിൽ ഈ ഐ ആരാണ്? ടീച്ചറുടെ ഫ്രണ്ടാണ്. അപ്പോൾ ടീച്ചർ ഫ്രണ്ട് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാൽ നമുക്ക് അവൻ എന്ന് പറഞ്ഞാൽ മതി. ഹി വാസ് ഹംഗ്രി എന്ന് വെച്ചാൽ മതി. ഇവിടെ ആം ഹംഗ്രിയാണ്. അതെന്തായി? വാസ് ഹംഗ്രി. എന്തുകൊണ്ടാണത്? നമ്മൾ പഠിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഐ വാസ് ഹംഗ്രി എന്നുള്ള അത് പറയുന്ന സമയത്ത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ളതല്ല. അത് പറഞ്ഞ മുമ്പാണ് പറഞ്ഞത്. അപ്പം എന്താ നമ്മൾ പറയണം? വാസ് ഹംഗ്രി ആൻഡ് വാണ്ട് സം ഫുഡ് എന്നാണ് പറഞ്ഞത്. കുറച്ച് ഭക്ഷണം ആഗ്രഹിക്കുന്നു. അപ്പം എന്താണ്? ടോൾഡ് പാസ്റ്റാണ്. അപ്പോൾ ഈ സംഗതി പറയുന്ന സമയത്ത് ആണ് പ്രസന്റ്. നമ്മൾ റിപ്പോർട്ടിങ് സമയത്ത് എന്താണത്? പാസ്റ്റാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? വാണ്ട് അല്ല, വാണ്ടഡ്. നമ്മൾ പറഞ്ഞു പ്രസന്റ് പാസ്റ്റ് ആവും. വാണ്ടഡ് സം ഫുഡ്, കുറച്ച് ഭക്ഷണം. ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എടുത്തു നോക്കിയാൽ അവൻ ഹംഗ്രി ആയിരുന്നു എന്നും വിശപ്പുള്ളവനായിരുന്നു എന്നും കുറച്ച് ഭക്ഷണം ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്നും ടീച്ചറുടെ സുഹൃത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, കേൾക്കുന്ന ആൾക്ക് വ്യക്തമായി. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്തായത് റിപ്പോർട്ടിംഗ് ആയി. ഓക്കെ, ഇനി നോക്കുക. ടീച്ചർ സെയ്സ്
ദ എർത്ത് ഈസ് എ സ്പിയർ എന്ന ഒരു ഉത്തരവാചകം ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലെ റിപ്പോർട്ട് സ്പീച്ചാക്കി മാറ്റാം എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കൊടുക്കുക. ആദ്യം അതായത് അനുബന്ധവാചകം കറക്റ്റ് ചെയ്യുക, പിന്നെ പിന്നെ കൺജങ്ഷൻ വയ്ക്കുക, അതും പിന്നെ ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് നമ്മളിപ്പോൾ ഇൻവെർട്ടർ കോമേഴ്സ് റിപ്പോർട്ടർ സ്പീച്ചിൽ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത് ചെയ്യാം. റിപ്പോർട്ടർ സ്പീച്ചിൽ ഈ ഇൻവെർട്ടർ കോമേഴ്സ് കളയാം. അത് കഴിഞ്ഞു. ഇൻവെർട്ടർ കോമേഴ്സ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടീച്ചർ പറയുന്നു. അപ്പം അത് ടീച്ചർ പറയുന്ന കാര്യം അതേപോലെ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ. അപ്പം എന്താ പറയുക? അതെന്നെ പറഞ്ഞാൽ മതി. ടീച്ചർ പറയുന്നു. അപ്പം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. ചില ടീച്ചർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ഇതിലെ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ടീച്ചർ പറയുന്നു. എന്താ പറയുക? ടീച്ചർ പറയുന്നത് എർത്ത് ഈസ് എ സ്പിയർ. എർത്ത് ഒരു ഗോളമാകുന്നു. അപ്പോൾ ഈ വാചകത്തിൽ ഇത് പ്രസന്റ് ടെൻസ് ആയ കാരണം ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാചകത്തിലെ ടെൻസ് മാറ്റം വരുത്തണോ വേണ്ട എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് മാറ്റം വരുത്തണ്ട. പിന്നെ നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എർത്ത് എന്നുള്ളത് എർത്ത് തന്നെയാണ് വരും. നിങ്ങളുടെ കാഴ്ചപ്പാടിലും എർത്ത് തന്നെയാണ്, മാറുന്നില്ല. ആ സ്പിയർ എന്നുള്ളത് മാറുന്നില്ല. അപ്പോൾ മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പം എന്താ വേണ്ടത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാറ്റിൻ്റെ ഇൻവെർട്ടർ കോം മാറ്റി പിന്നെ എന്ത് വയ്ക്കുക? ഇവിടെ ടീച്ചർ പറയുന്നത് മാറ്റില്ല. അപ്പം മാറ്റി വെച്ചാൽ സോൾവഡായി. എന്താണ് ടീച്ചർ പറയുന്നത്? എന്ത് പറയുന്നു? ദി എർത്ത് ഈസ് എ സ്പിയർ. ഭൂമി ഒരു ഗോളമാണ്. പിന്നെ അതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ എന്ന് ടീച്ചർ പറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി വേറൊരു കാര്യം എടുക്കുക. നമ്മൾ താഴെ അടുത്ത വാചകം നോക്കുക. രണ്ടാമത്തെ എന്താണ്? ടീച്ചർ സെഡ്. ടീച്ചർ പറഞ്ഞു. അപ്പോൾ നമ്മളിത് എന്ത് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലേ? നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആളെ പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞു. ആ ടെൻസ് ഏതാണ് മനസ്സിലായി? ഏതാണ്? റിപ്പോർട്ടഡ് അല്ല, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ എന്ത് കഴിഞ്ഞ് എന്ത് വയ്ക്കണം? അപ്പോൾ ഇതിനെ പറഞ്ഞാൽ മതി. ടീച്ചർ സെഡ് തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ടിൽ ടോൾഡ്. എന്താണ് പറഞ്ഞത്? ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യൻ ചുറ്റി തിരിയുന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടർ കോമ കളയണം, അല്ലേ? ഇൻവെർട്ടർ കോമ കളഞ്ഞു. ഇതിന് ആവശ്യമായ മാറ്റം വരുത്തണം, അല്ലേ? അപ്പം എന്ത് വേണ്ടത്? റിവോൾവ് എന്നുള്ളത് എന്താക്കി മാറ്റണം? ഇവിടെ റിവോൾവ്സ് എന്നുള്ളത് തിരിയുന്നു എന്നുള്ളത് തിരിഞ്ഞു എന്താക്കണം. പിന്നെ ഇവിടെ അത് കൈമാറ്റം വരുത്തി, അല്ലേ? ഇതില് ഭൂമി അറൗണ്ട് സൺ അതിന് മാറ്റില്ല. കാരണം എന്താ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ വരിക. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഇത് കഴിഞ്ഞ് ഇവിടെ എന്താ വെക്കണ്ടേ? ഇതിന് മുമ്പിൽ ദാറ്റ് വരണം, അല്ലേ? അപ്പോൾ ദാറ്റ് വെച്ചു. ഇതിൽ ചെറിയ അക്ഷരമാക്കട്ടെ കേട്ടോ. അത് നമുക്കറിയാലോ. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് ചെറിയ അക്ഷരത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് അല്ലേ? ടീച്ചർ സെഡ് ദാറ്റ് ദി എർത്ത് റിവോൾവ്സ്. അതിൽ എന്താക്കി മാറ്റം? ഇത് ഇഡി ആക്കണം, അല്ലേ? ഇവിടെ ഇത് കളഞ്ഞിട്ട് ഇത് വെച്ച് റിവോൾവ്ഡ് അറൗണ്ട് ദ സൺ ആക്കണം. ഇതാണ് നമ്മൾ പഠിച്ചതനുസരിച്ച്. ഇത് പാസ്റ്റ് ആണെങ്കിൽ ഇത് പാസ്റ്റ് ആക്കണം എന്താണ് പഠിച്ചത്, അല്ലേ? അതനുസരിച്ച് എന്താ? ഇതാ ഞാൻ അർത്ഥം എടുത്ത് നോക്കിയാൽ ദ എർത്ത് റിവോൾവ്ഡ് അറൗണ്ട് സൺ. ഭൂമി സൂര്യന് ചുറ്റും തിരിഞ്ഞിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. റിപ്പോർട്ടിങ് ശരിയായോ? പാസ്റ്റ് ആക്കി നമ്മൾ, അല്ലേ? ഇത് നിയമമനുസരിച്ച് പാസ്റ്റ് ആക്കി. ഭൂമി സൂര്യൻ ചുറ്റും തിരിഞ്ഞിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു തെറ്റ് അതിൽ നിങ്ങൾക്ക് കാണാം. എന്താണത്? ഭൂമി തിരിഞ്ഞിരുന്നു എന്നുള്ളത് ഇപ്പം തിരിയുന്നില്ലാതായി ഭൂമി. ശരിയാണോ? അപ്പോൾ ഇപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ചില കേസുകളിൽ നമ്മൾ അർത്ഥം എടുക്കുമ്പോൾ അത് ആവും വേണം. അതൊരു യുക്തി. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അത് പ്രസൻറ്റിൽ ശരിയാണെങ്കിൽ
അത് പാസ്റ്റിലല്ല. അത് ഭൂമി തിരിയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, പാസ്റ്റ് ആക്കാൻ പാടില്ല. അത് അർത്ഥം എടുക്കുമ്പോൾ ശരിയാവും വേണമെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അത് പറയാനാണ് പ്രത്യേകം കിട്ടുന്നത്. അപ്പൊ എന്തെന്നെ വേണ്ടത്, ഇത് മാറ്റം വേണ്ട, ഈ വാചകത്തിൽ ഈ മാറ്റം വേണ്ട. അവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് എന്ത് വേണം, ടിപ്സ് ഉണ്ടെങ്കിലും യുക്തി വേണം. ഓക്കെ, ഇനി അടുത്തായിട്ട് ബോർഡിൽ വാചകം നോക്കുക. ടീച്ചർ സെഡ് മൈ ഡോട്ടർ വോൺ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ ക്വിസ് കോമ്പറ്റീഷൻ. എന്താ ഒരു വാചകം നോക്കുക. ആ വാചകത്തില് ഈ ഇതിലെ റിപ്പോർട്ടഡ് സെന്റൻസിലെ വെർബ് പാസ്റ്റ് ആണ് അല്ലേ. വോൺ എന്താണ്, എൻ്റെ കുട്ടി ക്വിസ് കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം നേടി എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഇതിലത്തെ ഈ വോൺ എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇതിലേക്ക് കൊണ്ടുവരിക, ഏതിലേക്ക്, റിപ്പോർട്ടഡ് സ്പീച്ചിലെ സെന്റൻസ് ആക്കി മാറ്റുക. ടീച്ചർ പറഞ്ഞു അല്ലേ, അത് ഞാൻ റിപ്പോർട്ട് ചെയ്യും, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യലും എന്താ പറയുക, ടീച്ചർ പറഞ്ഞു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക അല്ലേ. നിങ്ങളെ സംബന്ധിച്ച് ടീച്ചറാണ് പറയുന്നത്, ടീച്ചറാണ്. എന്നെ സംബന്ധിച്ച് ടീച്ചറാണ്. ഇപ്പം അതൊരു വിദ്യാർത്ഥി റിപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. എൻ്റെ ഡോട്ടർ എന്താണോ വരിക അല്ലേ. നമ്മൾ പറയുമ്പോൾ ഈ ഡോട്ടറിൻ്റെ ടീച്ചർ പറയുമ്പോൾ ആരെ കുട്ടിയാണ്, ടീച്ചറുടെ. അപ്പം ആരെന്താ, ഇതെന്ത് മാറും, മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ ഇത് മാറും അല്ലേ. ഇതിൽ ബൈ എന്നുള്ളത് മാറിയിട്ട് ആടാണെങ്കിൽ ഹെർ ഡോട്ടർ അല്ലേ. ഈ ടീച്ചർ മാറി, ടീച്ചർ ലേഡി ആണെങ്കിൽ ഇത് ഒരു ഹെർ ഡോട്ടർ തോ. ഇനി ഹെർ ഡോട്ടർ വോൺ ഫസ്റ്റ് പ്രൈസ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആവും. പാസ്റ്റ് ടെൻസ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ വോൺ ഉള്ളത് എന്തായിട്ട് വരും, ഇവിടെ ഒരു ഹാഡ് വോണെന്നും കൂടി വരും. ഇത് മാറി ഹാഡ് വോണെന്നാവും, അങ്ങനെ മാറും. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ കാരണം ടെൻസ് മാറാനുള്ള കാരണം മനസ്സിലായി. ഇൻ ദ ക്യൂസ് കോമ്പറ്റീഷൻ എന്താണ്, പിന്നെ എന്ത് വേണം. ഇപ്പൊ ഇതിലെ മാറ്റങ്ങൾ കഴിഞ്ഞു. ഒന്ന് സബ്ജക്റ്റ് ഉണ്ടായ മാറ്റങ്ങൾ, വേറെ ഒന്നിനും മാറ്റം ഇല്ല. പിന്നെ ടെൻസിനുണ്ടായ മാറ്റം, അത് പാസ്റ്റ് ടെൻസ് കാരണം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി. പിന്നെ ഇത് ടീച്ചർ സെൻറ്റെന്നോ ടീച്ചർ ടോൾഡെന്നോ ആക്കാം വേണമെങ്കിൽ, അതിന് മാറ്റമില്ല. പിന്നെ എന്ത് വേണം, ഇതിലെ മാറ്റം കഴിഞ്ഞാൽ ദാറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ചേർക്കാം. അപ്പോൾ ഇവിടെ എന്ത് വേണം, ദാറ്റ് ചേർക്കുക. അപ്പം എന്താണ് ഇതിൻ്റെത്, ടീച്ചർ സെഡ് ദാറ്റ് ഹെർ ഡോട്ടർ ഹാഡ് വോൺ ഫസ്റ്റ് പ്രൈസ് ഇൻ ക്വിറ്റ് കോമ്പറ്റീഷൻ. എന്താണ് എന്ത് വാചകം. അപ്പോൾ നമ്മുടെ ഇതെന്താ റിപ്പോർട്ടഡ് സ്പീച്ച് ആയി. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലെ മനസ്സിലാക്കി. അപ്പം ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള വാചകങ്ങൾ, അതായത് ഉത്തരവാചകങ്ങൾ ഇതിലേക്ക് മാറ്റുന്നത്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തായാലും വല്ലാണ്ട് നേരം വൈകി, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. എല്ലാം കൂടി മനസ്സിലേക്ക് കയറ്റുമ്പോൾ ആകെ എന്താ പറയുക, ഒരു പെരുപ്പൊക്കെ ഒരു തലക്കി അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. നമുക്ക് ബാക്കി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ഉണ്ട്, അങ്ങനെ സെൻറ്റൻസ് ഉണ്ട്, കമാൻഡ് സെൻറ്റൻസ് ഉണ്ട്, ചോദ്യമായിട്ടുള്ള സെൻറ്റൻസുകളുണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ മാറ്റിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.